ഗാസ വെടിനിർത്തലിന് യുഎസ് തയ്യാറാക്കിയ പദ്ധതി അംഗീകരിച്ച് ഇസ്രയേൽ. വൈറ്റ് ഹൌസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് പ്രഖ്യാപനം നടത്തിയത്. വെടിനിർത്തൽ ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഖത്തർ ആക്രമണത്തിൽ നെതന്യാഹു മാപ്പ് പറഞ്ഞു. ആതിര സരസ്വതുണ്ട് വിവരങ്ങളുമായി. ആതിര, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയതിനു ശേഷമാണ് ഇസ്രയേൽ നെതന്യാഹു ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അങ്ങനെ സമാധാനം പുലരുന്നു എന്നത് ലോകത്തിന് തന്നെ സമാധാനമാണെങ്കിൽ കൂടി എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളും വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയിട്ടുള്ളത്? ഹമാസിന് മേൽ എന്തൊക്കെ വ്യവസ്ഥകളാണ് വെച്ചിട്ടുള്ളത്? എന്താണ് വിവരങ്ങൾ? അഖില, 2 വർഷത്തോളമായി തുടരുന്ന യുദ്ധമാണ്. അതിനൊരു സമാധാനം പുലരാൻ പോകുന്നു എന്നത് വളരെ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നത്. US തയ്യാറാക്കിയ സമാധാന പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇത്തരമൊരു സമാധാന പദ്ധതി അംഗീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിനിടെ നെതന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രഖ്യാപനത്തിന് ട്രംപും നന്ദി പറഞ്ഞിട്ടുണ്ട്. ഗാസയിൽ നിന്നുള്ള ഇസ്രായേലി പിന്മാറ്റം, അതുപോലെ തന്നെ ബന്ദികളുടെ മോചനം ഉൾപ്പെടെയുള്ളവ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സമാന പദ്ധതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഗാസയ്ക്ക് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു പാത ഒരുക്കുന്നതാണ് ട്രംപിന്റെ പദ്ധതി. യുദ്ധത്തിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് ആ പദ്ധതി. ഗാസയിൽ സമാധാനപരമായ ഒരു ഭരണം ഉണ്ടാകും. ഗാസയെ സൈനിക മുക്തമാക്കും. ഹമാസിനെ നിരായുധീകരണത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറും. ഗാസ ഒരു പരിവർത്തനത്തിന് വിധേയമാകാതെ പലസ്തീൻ അതോറിറ്റിക്ക് അവിടെ ഒരു പങ്കും നിർവഹിക്കാൻ കഴിയില്ലെന്നും പറയുന്നുണ്ട്. ഗാസയെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. എന്തായാലും ഈ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചതിന് നെതന്യാഹുവിനോട് ട്രംപ് നന്ദിയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ച 72 മണിക്കൂറിനകം മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് തൻ്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഹമാസ് ഇത്തരത്തിൽ വെടിനിർത്തലിന് തയ്യാറായതായിരുന്നു. അന്ന് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല. എന്തായാലും ഒരു അനുകൂല നിലപാട് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഖില, ആതിര, ഈ വിഷയത്തിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഹമാസിന് മേൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്? ഇക്കാര്യത്തിൽ ഹമാസ് എന്തെങ്കിലും വ്യതിചലനം അതിൽ വരുത്തി കഴിഞ്ഞാൽ യുദ്ധാന്തരീക്ഷം പിന്നീടും ആ നിലയിലേക്ക് പോകുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളതും. എന്തൊക്കെ വ്യവസ്ഥകളാണ് അവർക്ക് മേൽ വെച്ചിട്ടുള്ളത്? അതെ, തീർച്ചയായും ഹമാസിന് മുകളിൽ സമ്മർദ്ദം ഉയർത്തുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 72 മണിക്കൂറിനകം ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിനൊരു ട്രംപിന്റെ അധ്യക്ഷതയിൽ ഒരു രാജ്യാന്തര സമിതി രൂപീകരിക്കുന്നുണ്ട്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ആയിരിക്കും അതിൽ ഒരു അംഗമായിട്ടുണ്ടായിരിക്കുക എന്നും പറയുന്നു. മറ്റംഗങ്ങളുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട്. ഹമാസിനും മറ്റു ഭീകര സംഘടനകൾക്കും സമിതിയിലോ ഗാസയുടെ ഭാവി ഭരണത്തിലോ നേരിട്ടോ അല്ലാതെയോ ഒരു നിലയിലും പങ്കുണ്ടാകില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗാസയിലെ സഹായ വിതരണം UN റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വഴി നടത്തുമെന്ന് പറയുന്നു. ഗാസയിൽ നിന്ന് ആരെയും പുറത്താക്കില്ല എന്നും അതോടൊപ്പം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പദ്ധതി പ്രകാരം അറബ് രാജ്യങ്ങൾ ഗാസയെ സൈനിക മുക്തമാക്കാനും ഹമാസിന്റെയും മറ്റ് എല്ലാ ഭീകര സംഘടനകളുടെയും സൈനിക ശേഷി ഇല്ലാതാക്കാനും പ്രതിജ്ഞാബദ്ധതയുണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറുമെന്നാണ് പറയുന്നത്. ഗാസയിൽ നിന്ന് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചാൽ ഇസ്രായേൽ ആക്രമണം നിർത്തിവെക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഇത്തരത്തിലൊരു അനുകൂലമായ തീരുമാനം ഞാൻ നേരത്തെ പോലെ തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. അങ്ങനെയാണെങ്കിലും 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെല്ലാം മോചിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് അഖില. 2023 ആരംഭിച്ച അധിനിവേശമാണ് ഇസ്രായേലിൻ്റേത്. അതിൽ 66,000-ത്തിലധികം മനുഷ്യരാണ്, കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള മനുഷ്യരാണ് മരിച്ചു വീണത്. അതിലാണിപ്പോൾ യുദ്ധാന്തരീക്ഷം മായുന്നു എന്ന പ്രതീക്ഷ നൽകിക്കൊണ്ടുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത്. ആതിര സരസ്വതാണ് വിവരങ്ങൾ നൽകിയത്.